ഹലോ, ഒരു കിടുക്കാഴ്ച ആയിട്ടായാലോ. തെരണ്ടി ചമ്മന്തി കേട്ടോ. ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ മീൻ വാങ്ങാൻ പോയിട്ടോ. എന്ത് മീൻ വാങ്ങാന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് തെരണ്ടി കണ്ടത് കേട്ടോ. തെരണ്ടി നല്ല നെയ്യുള്ള മീനാണ്, നമുക്ക് പറ്റിയ മീനാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുറച്ച് തെരണ്ടി മീൻ വാങ്ങിച്ചു കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ 1/2 കിലോനെ വാങ്ങിച്ചോളൂ, നമുക്ക് പരീക്ഷിക്കാനാണ്. നമുക്ക് ഒരുപാടൊന്നും എടുത്ത് കളയാനില്ല കേട്ടോ. പക്ഷെ നമുക്ക് പരീക്ഷണം വിജയിച്ചു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധനം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തു വെക്കാം. അങ്ങനെ നമ്മളൊരു 500 ഗ്രാം തെരണ്ടി എടുത്തു കേട്ടോ. നേരെ വീട്ടിലേക്ക് വിട്ടു. നമ്മൾ അധികാരം കൈമാറി പണി ആരംഭിച്ചു കേട്ടോ. അങ്ങനെ കേക്ക് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത് മൂന്നും നല്ല പോലെ കുത്തി ചെറിയ പേസ്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മീനിലേക്ക് ചേർക്കാം കേട്ടോ. മിക്സിയിൽ അടിച്ചാലും മതി കേട്ടോ. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉടലിലിട്ട് കുത്തുന്നത്. അതിന് ടേസ്റ്റ് വേറെ തന്നെയാണ്. എന്നാലും ആളുകൾക്ക് ഇപ്പോൾ ഏറ്റവും സുഖം മിക്സിയാണ്, അതിലേക്ക് ഇട്ട് അടിച്ചാലും മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, മീനിലേക്ക് ചേർക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് 2-3 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ. 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണ് കാശ്മീരി പൗഡറും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് എരിവ് എത്ര വേണോ എന്ന് തീരുമാനിക്കുന്ന ഒരു കുരുമുളക് പൊടി എന്ത് ചെയ്യുക, നമുക്ക് ഇടാം. ഞങ്ങൾ ആവശ്യത്തിന് ഇട്ടുള്ളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നും പറയുന്ന പോലെ തന്നെ എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം മീനിൽ മസാല പിടിക്കും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മാറ്റി വെക്കാം കേട്ടോ. അവസാനമായിട്ട് നമ്മളെ കറിവേപ്പില കൂടി, ഒറ്റിതള് കറിവേപ്പില കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ മീൻ വറുക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു. നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ മീൻ വറുക്കുന്നത്. സാധാരണ ഓയിലും വറക്കാറുണ്ട്, വെളിച്ചെണ്ണയിലും വറക്കാറുണ്ട്. വെളിച്ചെണ്ണയിൽ വറുത്താലാണ് ടേസ്റ്റ് കൂടുതൽ നമുക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് 1-2 ഇള്ളി വെളുത്തുള്ളി, അതേപോലെ തന്നെ കറിവേപ്പിലാട്ടോ. ഇത് രണ്ടും നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് അതിന്റെ മേലെ വേണം മീന് ഇടാൻ കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീന് ഈ എണ്ണയിലേക്ക് ഇടുകയാണ് കേട്ടോ. സാധാ നമ്മൾ മീൻ എങ്ങനെ പൊരിക്കുന്നു അതേപോലെ തന്നെ പൊരിച്ചെടുക്കുക. നമ്മൾ ഏകദേശം 500 ഗ്രാം മീന് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നമ്മൾ ചമ്മന്തിക്ക് എടുക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ബാക്കി നമുക്ക് രാത്രി ഭക്ഷണത്തിനുള്ള വറുത്ത മീനായിട്ട് തന്നെയായിട്ട് നമ്മൾ എടുക്കുന്നത്. രണ്ടും സെയിം ആണ്. അപ്പോൾ അവിടെ സുഖമാണ്, ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എന്താ ചെയ്ത് നോക്കാൻ സുഖമാണ്. കാരണം നമ്മൾ എന്നും ഉണ്ടാക്കുന്ന മീൻ കൊണ്ട് തന്നെ ഉണ്ടാക്കാതെ അതിൽ കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. അങ്ങനെ ഒന്ന് അടച്ചു വെക്കാട്ടോ നമ്മുടെ മീന്. ഈ മീന് തൊലി ഉള്ള മീനാണ്, നല്ല കട്ടിയുള്ള തൊലിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തൊലി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ മീന്. പക്ഷെ കരിഞ്ഞ് പോയാലും ആ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കാണുമ്പോൾ അത് കരിഞ്ഞു പോയ പോലെ തോന്നും കേട്ടോ. അങ്ങനെ നമുക്ക് ഒന്ന് മറച്ചിടാം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങി വെക്കാം കേട്ടോ. 2 തവണയായിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കേണ്ടി വന്നു. കാരണം അത്യാവശ്യം ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നമ്മൾ ഈ ഒരു മീന്. വറുത്ത മീന് അവിടെ നിൽക്കട്ടെ, നമുക്ക് ചമ്മന്തിക്കുള്ള വറവൽ ഉണ്ടാക്കാം കേട്ടോ. അരമുറി തേങ്ങയാണ് നമ്മൾ ചമ്മന്തിക്ക് എടുക്കുന്നത്. നല്ലപോലെ ചിരകി എടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ തേങ്ങയോടൊപ്പം തന്നെ 10-12 ചെറിയ ഉള്ളി നല്ല ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 ഐറ്റമായി, തേങ്ങ അതേപോലെ തന്നെ ചെറിയ ഉള്ളി കേട്ടോ. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാനുള്ള പരിപാടിയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് വളരെ കുറച്ച് ഉലുവ കേട്ടോ. ഉലുവ നമുക്ക് ടേസ്റ്റ് പോലെയാണ്, ഞങ്ങൾ വളരെ കുറച്ച് എടുക്കാറുള്ളൂ കേട്ടോ ഉലുവ. അങ്ങനെ ഉണക്കമുളക് ഒരു 8-10 ഉണക്കമുളക് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നല്ലപോലെ മൂപ്പിക്കുകയാണ് കേട്ടോ. അതിനുശേഷം 1-2 അല്ലി കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ വറവിനുള്ള സാധനങ്ങളായിട്ടോ. ഇനി ഇതിൽ കിടന്ന് നല്ലതായിട്ട് വേവട്ടെ, നല്ല പോലെ മൂത്ത് വരട്ടെ കേട്ടോ. ചില ആളുകൾ ഇത് പച്ചയ്ക്ക് അരച്ചെടുക്കും. അമ്മയിൽ പച്ചയ്ക്ക് അരച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഇതേപോലെ വറുത്തെടുക്കുന്ന ആൾക്കാരുണ്ട്. ആ സമയത്ത് നമ്മുടെ ഉള്ളി ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഇനി നല്ല പോലെ മിക്സ് ചെയ്യുക, നല്ല പോലെ വരണ്ട് വരട്ടെ കേട്ടോ. നമുക്ക് ഇതും ഈ വറക്കലിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അമ്മയിൽ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അവസാനമായിട്ട്
2 3 അല്ലി ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മിക്സിങ് തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവസാനമായിട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി അതിലേക്ക് ചേർക്കാം. ഇനി നല്ല പോലെ എന്ത് ചെയ്യുക, ഇത് മിക്സ് ചെയ്യുക. നന്നായിട്ട് വരണ്ട് വരട്ടെ. കളർ മാറുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. കരിയാതെ നോക്കുക കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സമയം ഇളക്കണം, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഒരു കളർ മാറി ഏകദേശം ഒരു മൂത്ത് വരുന്ന ഒരു കളർ ആവുന്ന സമയത്തേക്ക് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല പണിയുണ്ട് ഇത്, നോക്കിയിരിക്കണം കുറച്ച് സമയം. അങ്ങനെ നമ്മളെ തേങ്ങ അല്ലെങ്കിൽ അരവ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ ചമ്മന്തിക്കുള്ള വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ അമ്മിയിൽ കൊണ്ടുപോയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അമ്മിയൊന്നും ഇവിടെ ഉപയോഗിക്കാത്തതാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഇനി എന്ത് ചെയ്യുക, അരച്ചെടുക്കുക കേട്ടോ. മിക്സിയിൽ അരച്ചെടുത്താലും കുഴപ്പമില്ല, ചമ്മന്തിയാണ്. നാച്ചുറൽ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അമ്മിയിലൊക്കെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും അമ്മി ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. വളരെ ചുരുക്കമാണ് അമ്മി ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അമ്മിയിലിട്ട് അരച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അരപ്പ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ ഒരു കാഴ്ചയൊക്കെ വളരെ വിരളായിട്ട് ഇപ്പോൾ കാണുള്ളൂ കേട്ടോ, ഈ അമ്മിയിലിട്ട് അരക്കുന്നതൊക്കെ. അങ്ങനെ പാത്രത്തിലേക്ക് നമ്മുടെ ചെമ്മീന്റെ അരപ്പ് കേട്ടോ, അരപ്പ് പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. വീണ്ടും വെളുത്തുള്ളി 1 2 വെളുത്തുള്ളി ഇട്ടു. അതിനുശേഷം ആ വെളുത്തുള്ളി മൂത്ത് വരട്ടെ. ഇതിനൊരു ടേസ്റ്റിനാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളി ഇടുന്നത്. അങ്ങനെ വെളുത്തുള്ളി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഏകദേശം അവസാനത്തെ പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ചൂടാറിയിട്ടുള്ള അരപ്പ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അങ്ങനെ പതുക്കെ ചേർക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ, വെളുത്തുള്ളി വെളിച്ചെണ്ണയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ നന്നായിട്ട് ഇതിലും കിടന്നൊന്ന് മൂക്കട്ടെ കേട്ടോ. അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവസാനത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. മീന് ഇതിൽ കിടന്നിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യട്ടെ, വേവട്ടെ. ഈ ഒരു തേങ്ങ അല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തിയുടെ ആ ഒരു അരവിന്റെ എന്താ പറയുക രുചി കൂടി ഈ മീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നല്ല ഒരു അടിപൊളി ഐറ്റം കേട്ടോ ഇത്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് നോക്കുക. നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ കണ്ടപ്പോൾ ചെയ്തതാണ്, പക്ഷെ നമ്മൾ വിചാരിച്ചതിലും എന്താ പറയാ നല്ല പോലെ സംഭവം ഹിറ്റായിട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. അച്ഛന് ഒരുപാട് ഇഷ്ടമായി. അച്ഛൻ അങ്ങനെ ഒന്നും പറ്റാത്ത ആളാണ്, പക്ഷെ അച്ഛനും എന്ത് ചെയ്തു, ഇത് അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ള സാധനമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുത്തു വെക്കാം കേട്ടോ. 1 2 3 ദിവസമൊക്കെ, അല്ലെങ്കിൽ എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ എനിക്കതിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ല. ഇങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തു വെക്കാം. അങ്ങനെ ചമ്മന്തി റെഡിയായി. ഒടുക്കത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റുള്ള ഐറ്റമാണ്. ചെയ്ത് നോക്കാൻ പറ്റുന്നവർ ചെയ്ത് നോക്കുക. നമ്മൾ ട്യൂണ അല്ലെങ്കിൽ സൂത ആ മീനാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ നമുക്ക് കിട്ടിയത് എന്താണ്, ഈ ഒരു തെരണ്ടി മീനാണ് കേട്ടോ. പക്ഷെ എന്നാലും അടിപൊളി ഐറ്റമാണ്. ആ ഒരു മീറ്റും കുഴപ്പമില്ലാത്ത മീറ്റാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക. സൂപ്പർ ഒരു ഐറ്റമാണ് കേട്ടോ തെരണ്ടി ചമ്മന്തി.